പ്രാർത്ഥനയോടെ തുടങ്ങാം. ഇന്ന് ആദ്യം പോകുന്നത് ശബരിമല സന്നിധാനത്തേക്കാണ്. ഇടവമാസ പൂജ നാളുകളിൽ അയ്യപ്പനെ ദർശിക്കാൻ ഭക്തജന തിരക്കേറുകയാണ്. കൊടിമര ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശനവും ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തിയാണ് ഇത്തവണയും ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. നേരത്തെ തീരുമാനിച്ച രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം മാറ്റിയിട്ടുണ്ട്. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, സ്വാമി ശരണം. രാവിലെ സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇടവമാസ പൂജ നാളുകളിൽ അയ്യനെ ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തുന്നത്, അല്ലേ? ദേവിക, സ്വാമി ശരണം. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പതിവ് പോലെ ജനം ടിവിയും സന്നിധാനത്തുണ്ട്. ജനം ടി വി മാത്രം മാധ്യമങ്ങൾക്കിടയിൽ സന്നിധാനത്ത് ഇത്തവണയും പതിവ് പോലെ ഉണ്ട്. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ. ശരാശരി തിരക്കാണ് രാവിലെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിന്റെ സൂചനകൾ എന്നോണം ഇന്ന് പതിവ് പൂജകൾ തുടങ്ങുന്ന ദിവസം തിരക്ക് കൂടുന്നുണ്ട്. ശരാശരി തിരക്ക് ഉണ്ട്. മലയാളികളാണ് കൂടുതലായി എത്തുന്നത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ മലയാളികൾ എത്തുന്ന മാസപൂജാകാലമാണ്. കുട്ടികളും കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. കൊടിമര ചുവട്ടിൽ നിന്നും നേരിട്ട് ദർശനം നൽകുന്ന മീനമാസ പൂജാ സമയത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ രീതി ഇത്തവണയും തുടരുന്നുണ്ട്. നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഒപ്പം ഫ്ലൈ ഓവർ നിലനിർത്തിക്കൊണ്ടുള്ള ദർശന ക്രമീകരണവുമാണ് മാസപൂജാ സമയത്ത് ഇത്തവണയും തുടർന്നു പോരുന്നത്. നേരിട്ടുള്ള ദർശന ക്രമീകരണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരിട്ട് ഭക്തജനങ്ങൾക്ക് അയ്യപ്പ സ്വാമിയെ ദർശിക്കുന്നതിനുള്ള ക്രമീകരണം. ഈ ഭാഗത്ത് കൂടുതൽ ഭക്തജനങ്ങൾ തിങ്ങി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തുന്നുണ്ട്. കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്ക് മാറ്റി ഈ നേരിട്ടുള്ള ദർശന ക്രമീകരണം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലൈ ഓവർ പകുതി ഭാഗവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. ശരാശരിക്കടുത്ത തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. മലയാളികളാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ ഉള്ളത്. മാസപൂജാ സമയത്ത് കൂടുതൽ എത്തുന്നതും മലയാളികളാണ്. അതുപോലെ തന്നെ ഇത്തവണയും മലയാളികളായ അയ്യപ്പ ഭക്തർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നു. കുഞ്ഞ് അയ്യപ്പന്മാർ ഈ കൂട്ടത്തിൽ ധാരാളമായി ഉണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്. മാളികപ്പുറങ്ങളും എല്ലാം കൂടുതലായി എത്തുന്നുണ്ട്. തണുത്ത കാലാവസ്ഥയാണ് രാവിലെ സന്നിധാനത്ത്. ഇന്നലെ രാത്രി വൈകിട്ടും നട തുറന്ന സമയത്തുമൊക്കെ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാലാവസ്ഥയോടുകൂടിയാണ് ഇന്ന് ഭക്തി നിർഭരമായി രാവിലെ നട തുറന്നപ്പോൾ അയ്യപ്പസ്വാമിയെ ഭക്തജനങ്ങളെല്ലാം ദർശിക്കുന്നത്. 19-ാം തീയതി രാത്രി 10 മണിക്കാണ് ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. അന്ന് വരെയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഉത്സവമൊക്കെ പൂർത്തിയാക്കി വിഷു പൂജകളുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മാസപൂജാ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തും എന്നുള്ള വിലയിരുത്തലുമുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളെയൊക്കെ ധാരാളമായി സന്നിധാനത്ത് നിന്നും കാണാം. അവധി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അവധി കഴിയുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ കുഞ്ഞു മാളികപ്പുറങ്ങളെയും കുഞ്ഞു അയ്യപ്പന്മാരെയും ഒക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ്. നേരത്തെ 19-ാം തീയതി ശബരിമലയിൽ രാഷ്ട്രപതി ദർശനം നടത്തും എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ നിർദ്ദേശം മാറ്റം വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ഇതിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള മാസപൂജാ സമയത്ത് രാഷ്ട്രപതിയുടെ ദർശനം ഉണ്ടാകും എന്നുള്ള ഒരു നിർദ്ദേശമാണ്, മുന്നറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൊക്കെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പിൻവലിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്ന് നമുക്ക് കാണാം ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അതേ കാഴ്ച തന്നെ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു അയ്യപ്പന്മാരെ ധാരാളമായി സന്നിധാനത്ത് നിന്ന് കാണാം. കുഞ്ഞു മാളികപ്പുറങ്ങളെ കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അവധി കഴിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ധാരാളമായി സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കുഞ്ഞുങ്ങളുമായി അയ്യപ്പന്മാർ എത്തുന്ന ഒരു സാഹചര്യവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഫ്ലൈ ഓവറൊക്കെ എങ്ങനെയാണോ ഭക്തരാൽ തിങ്ങി നിറയുന്നത് ആ ഒരു സമാനമായ സാഹചര്യത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പോയേക്കും എന്ന് സൂചന നൽകുന്ന ദൃശ്യങ്ങളാണ് സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ചോറൂണിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. മാസപൂജാ സമയത്ത് സാധാരണയായി നമുക്ക് ധാരാളമായി കാണുന്ന ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളുമായിട്ട് അയ്യപ്പന്മാർ കൂടുതലായി എത്തുകയും ചോറൂണ് ചടങ്ങുകൾക്കുമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുമായി എത്തുന്ന കാഴ്ച. അത് ഇത്തവണയും ഇടവമാസ പൂജ സമയത്തുമുണ്ട്. സ്വാമി ശരണം എവിടുന്നാ വരുന്നത്? സ്വാമി ശരണം എവിടുന്ന? ഞങ്ങൾ കോട്ടയം. ചോറൂണിനാ ചോറിന് കൊടുക്കാൻ വന്ന. എത്ര മാസമായി? 1.25 വയസ്സ്. ഇവിടെ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ചോറ് കൊടുക്കാന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അതെ, കൊച്ചിയിൽ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്.
പ്രാർത്ഥനയായിരിക്കും അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ചോറ് കൊടുക്കുക എന്നുള്ളത്. തന്ന കുഞ്ഞാണ് എനിക്ക് 11 കൊല്ലം കൂടിയാണ് എനിക്ക് കുഞ്ഞുണ്ടായത്. അയ്യപ്പസ്വാമിക്ക് ഇവിടെ ചോറ് കൊടുത്തേക്കാൻ ഞാൻ നേർന്നതാണ്. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ചോറ് കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉഷപൂജയ്ക്ക് ശേഷം 7:30 കൂടിയാണ് ചോറൂണ് ചടങ്ങ് നടക്കുന്നത്. മാസപൂജ സമയത്ത് നമ്മൾ സന്നിധാനത്ത് നിന്നും പതിവായി കാണുന്ന ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളുമായി എത്തുന്ന ഭക്തരുടെ ആ കാഴ്ച കാത്തിരിപ്പ്. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ആദ്യ ചോറൂണ് ചടങ്ങ്, നാവിൽ ചോറൂണ് പകർന്നു നൽകുന്ന ആ കാഴ്ച, അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും കൂടുതലായി സന്നിധാനത്ത് നിന്നും കാണാം. അങ്ങനെ ഒരു തിരക്കിന്റെ അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഇടവമാസ പൂജാ സമയത്തും സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ കാണാം ദൃശ്യങ്ങളിൽ കാണുന്നത് നേരിട്ട് ദർശനം നൽകുന്ന ആ ക്രമീകരണം. അത് ഇനി ഒരു പക്ഷേ തിരക്ക് കൂടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ നേരിട്ടുള്ള ദർശന ക്രമീകരണം മാറ്റിക്കൊണ്ട് സമാന്തരമായി ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ദർശനം നൽകുന്ന രീതിയിലേക്ക് മാറും. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതും അത്തരത്തിലുള്ള ദർശന ക്രമീകരണമായിരുന്നു. ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന ക്രമീകരണം കൂടുതലായി നൽകേണ്ടി വന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ മാസപൂജ സമയത്തും ഉത്സവത്തിന്റെ സമയത്തും എല്ലാം തിരക്ക് കൂടിയപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ തിരക്ക് ശരാശരിക്കടുത്ത് മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ടുള്ള ദർശന ക്രമീകരണവും സമാന്തരമായി ഫ്ലൈ ഓവറിന് സമാന്തരമായി തന്നെ നടത്താൻ കഴിയുന്നത്. 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങളെ കാണാം. വലിയ തിരക്കില്ലാതെ തൊഴുതൊക്കെ 18-ാം പടി കയറി വരുന്നതിനുള്ള ഒരു സാഹചര്യം രാവിലെ ഉണ്ട്. ഭക്തജനങ്ങളിൽ കൂടുതൽ പേരും 18-ാം പടിയുടെ ഓരോ പടിയും തൊഴുത് വണങ്ങി മുന്നിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങൾ കാണാം. അത്രയും തിരക്കില്ല. സാവധാനം തന്നെ 18-ാം പടി കയറുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓരോ പടിയും തൊഴുത് മുന്നിലേക്ക് കയറി വരിക, അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ളത് ഓരോ ഭക്തജനങ്ങളുടെയും ആത്മസംതൃപ്തിയുടെ, ശബരിമല ദർശനത്തിന്റെ ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക്, മാളികപ്പുറങ്ങൾക്കുമെല്ലാം സാവധാനം 18-ാം പടി കയറുന്നതിനുള്ള ഒരു അന്തരീക്ഷം സാഹചര്യം ഇന്ന് ഉണ്ട്. ശരാശരിക്ക് അടുത്ത് മാത്രം തിരക്ക് ആയതുകൊണ്ട് തന്നെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനേക്ക് സമാനമായി തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന രീതി തന്നെയാണ് ഇത്തവണയും മാസപൂജാ സമയത്തും എല്ലാം അവലംബിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇത്തരത്തിൽ 80 ഭക്തജനങ്ങളെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന സംവിധാനം മാസപൂജാ സമയത്തും പിന്തുടർന്നു പോരുന്നു. വരും ദിവസങ്ങളിലും തിരക്ക് പ്രതീക്ഷിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. ഇടവമാസ പൂജകൾക്കായാണ് ശബരിമല നട തുറന്നിരിക്കുന്നത്. അവിടെ നിന്ന് വളരെ മനോഹരമായ കാഴ്ചകൾ രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചോറൂണുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ ദർശിക്കാൻ സാധിക്കുന്നു. കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശനവും ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തിയാണ് ഇത്തവണയും ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. നേരത്തെ തീരുമാനിച്ച രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവും മാറ്റിയിട്ടുണ്ട്.